കോട്ടിയൊന്നെടുത്ത് വാഴന്തുരത്തി അകതമ്മീയറക്കാകം പുകിന്താരോ അപ്പോൾ അപുരന്തം ബാബലയ്ക്ക് ൂക്കിയാർച്ചനേ എടുത്തോണ്ടിരിക്കുക. ഓർമ്മകൾ സംരക്ഷണത്തിനുള്ള ശ്രമങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഒരു ഓർമ്മയുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഒരു ചിത്രമുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചിത്രമുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഒരു ഓർമ്മയുണ്ടാക്കുന്നത്. എല്ലാവരും ഓർമ്മകളുണ്ടാക്കുന്നു. എല്ലാവരും ചിത്രങ്ങളുണ്ടാക്കുന്നു. दिल की आवाज भी सुन मेरे फसाने पे न जा मेरी नजरों की तरफ देख जमाने पे न जा दिल की आवाज भी सुन मेरे फसाने पे न जा मेरी नजरों की तरफ देख जमाने पे न जा दिल की आवाज भी सुन. അങ്ങനെ ഹിന്ദിൻ്റെ ആ ഈണത്തിലുള്ള ചില പാട്ടുകൾ അന്ന് അച്ഛൻ പാടാറുണ്ടായിരുന്നു. അത് ഒരു പാട്ട് എങ്ങനെയാണ് എൻ്റെ തങ്കത്തരി വളനാദമുയർത്തും മങ്കേ നീ ചില പാട്ടുകൾ പാട് തച്ചോളി പാട്ടൊന്ന് പാട് സഖി തച്ചോളി പാട്ടൊന്ന് പാട്. അപ്പോൾ ഈ കേട്ടിരിക്കണേ എന്നുള്ള പാട്ട് അച്ഛനൊക്കെ പാടുന്ന ഇങ്ങനെ പാട്ട് പറയുമ്പോൾ അതിനെക്കുറിച്ച് വാസുപതി പറഞ്ഞു തന്നാണ്. അത് സിലോൺ റേഡിയോയിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ നമ്മൾ കോഴിക്കോടൊന്നും ആകാശവാണിയൊന്നും ഇത് സംപ്രേഷണം ചെയ്തിട്ടില്ല. പിന്നെ ഈ പാട്ട് കല്യാണപ്പന്തലിൽ ഇപ്പോഴും കല്യാണപ്പന്തലിൽ ആകെ ഇളക്കി മറിക്കുന്ന ഒരു പാട്ടാണ് സംഭവം. ഇത് കേട്ട് കഴിഞ്ഞാൽ ആളുകളൊന്ന് വെറുതെ താളം വിട്ടു പോകും. ഇതിൽ പറഞ്ഞതും താളം വിടാനാണ് എല്ലാവരും. കേട്ടിരിക്കണ കൂട്ടരെ നിങ്ങൾ ഏറ്റുപാടാനൊക്കൂല കേട്ടിരിക്കണ കൂട്ടരെ നിങ്ങൾ ഏറ്റുപാടാനൊക്കൂല പാടിയിട്ടില്ലെങ്കിലും കൈതാളമിട്ടു രസിച്ചൂടെ പാടിയിട്ടില്ലെങ്കിലും കൈതാളമിട്ടു രസിച്ചൂടെ കേട്ടിരിക്കണ കൂട്ടരെ നിങ്ങൾ ഏറ്റുപാടാനൊക്കൂലേ. പഠിക്കോളി കേൾക്കാം.
മനസ്സിനി മധുമാലിനി നീ എവിടെ എൻ്റെ പ്രണയിനി നീ എവിടെ മനസ്സിനി മധുമാലിനി നീ എവിടെ എൻ്റെ പ്രണയിനി നീ എവിടെ മരാളകാമിനി എവിടെ എൻ്റെ മരാളകാമിനി എവിടെ എൻ്റെ പ്രണയിനി നീ എവിടെ മനസ്സിനി മധുമാലിനി നീ എവിടെ എൻ്റെ പ്രണയിനി നീ എവിടെ പഴയ ആൾക്കാർ ഉംറാവജാന്ന് പറഞ്ഞ ഫിലിം बस एक बार मेरा कहा बस एक बार मेरा कहा मान लीजिए बस एक बार मेरा कहा मान लीजिए दिल चीज क्या है തബല ഉണ്ടല്ലോ ആ തബലൻ്റെ സൗണ്ട് ഈ തബലായിട്ട് തന്നെ വരുന്നത് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അതൊന്ന് അതിൻ്റെ ആ ഒരു ടെക്നോളജി ചിന്തിച്ച് നോക്കും ടെക് ടെക് എന്ന് പറഞ്ഞിട്ട് ആ തബല അടിക്കുന്നത് ആ ഒരേ ഒരു സൗണ്ടിൽ തന്നെ ഇതിൽ അത് വെറും ഇതിൻ്റെ ഉള്ളിൽ ഡോട്ട് ചെയ്ത് കൂടാ വരുന്നത് അന്നത്തെ ആ ടെക്നോളജി ശരിക്കും ഒരിക്കലും ചിന്തിച്ചാൽ പിടുത്താൻ കിട്ടില്ല. Later, he was going to apply this to men too. But it's significant that in the early days he propounded his theory of evolution without even at that time hinting that man was in the process. ഇപ്പോൾ പറയാൻ പറ്റില്ല കിട്ടുന്ന ഇന്ന് നമ്മൾ വെച്ചത് പങ്കജ് മല്ലിക്കിൻ്റെ പഴയ പാട്ട് ഗീതാദത്ത് അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല. ഇന്ന് അതാണ് കേട്ടത്. ഇന്നലെ കേട്ടത് ബോണിയമ്മിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയ ആൽബം, അതിൻ്റെ മുമ്പേ മൈക്കിൾ ജാക്സന്റെ ആൽബം. വീട്ടിൽ രാവിലെ വരുന്നവരെ പാട്ടാ, പിന്നെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അന്നേരം കിടക്കുന്നവരെ. കോഴിക്കോട്ടുകാരൻ്റെ പാട്ട് കേൾക്കണം. SM കോയ മാപ്പിളപ്പാട്ടിലെ മാനേ മധുരം.
के अब ये देश हुआ बेगाना। എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ പച്ചപ്പനന്തത്തെ പൊന്നാര പൂമുത്തെ പുന്നല്ലിൻ പൂങ്കരളേ പതുക്കെ പാടും. അപ്പോൾ വരും തെയ്യണ്ണം തെയ്യെന്നോട്ട് പാടിയിട്ട് വരും. വന്ന് ഇവർക്ക് പാടി ഞാനും കാതർക്കേ പാടും. അപ്പോൾ കാതർക്ക സ്റ്റേജിൻ്റെ സൈഡിൽ മൈക്കിലുണ്ടാവും. ഞാൻ ഈ വേലിൻ്റെ ഉള്ളിലിരിക്കുക, ഈ മുസ്ലിം കുട്ടിക്ക് വേണ്ടി പാടുന്നേ. അപ്പോൾ പാട്ട് കഴിഞ്ഞാൽ ഓഡിയൻസ് പറയും ആ പാടിയ കുട്ടീനെ ഒന്ന് കാണണമെന്ന്. അപ്പം അന്ന് എനിക്ക് 13 വയസ്സാട്ടോ. കാണുന്നതെന്നിനി ഞാൻ നിന്നെ, കാണുന്നതെന്നിനി ഞാൻ ഖദീജേ ഖദീജേ, കാണുന്നതെന്നിനി ഞാൻ നിന്നെ, കാണുന്നതെന്നിനി ഞാൻ. കിലുകിലേ ചിരിയുമായി പുന്നാരപ്പാട്ടുമായി, കിലുകിലേ ചിരിയുമായി പുന്നാരപ്പാട്ടുമായി, ഒന്നിച്ചു കളിയാടാൻ ഒരുമിച്ചു വാഴാൻ എന്നെയും കൊണ്ടുപോകൂ ഖദീജേ, എന്നെയും കൊണ്ടുപോകൂ. ഹാർമോണിയത്തിൽ കുറച്ച് നല്ലോണം വായിക്കുകയൊക്കെ ചെയ്തു. വായിച്ചിട്ട് ബാബുക്ക് കുറച്ച് പാട്ടൊക്കെ പാടി. പിന്നെ ബാബുക്ക് എന്നോട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു പാട്ട് പാടി. ബലമാമനാന്ന് എന്നുള്ള പാട്ട് ഞാൻ പാടിക്കഴിഞ്ഞാൽ ബാബു കയ്യിൽ കുറേ എന്നെ സ്വീപ്പാക്കേണ്ട വിധത്തിലൊക്കെ ഹാർമോണിയമൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് എന്താ പിന്നെ താളമൊന്നും എനിക്ക് പോയില്ല. അപ്പോൾ ബാബുക്ക് എൻ്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു മിടുക്കി ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ആളാരാന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഞാനിതൊന്നും അറിയില്ല. പിന്നെ കുറേ ഹിന്ദി പാട്ട് ഞാൻ ബാബുക്കൻ്റെ കൊടുത്ത പ്രോഗ്രാമിനൊക്കെ പാടും. हुजूर तुमको सितारों ने ले चलो, दिल झूम
जाए ऐसे बहारों ने ले चलो आओ हुजूर आओ. അതൊരു വിധത്തിൽ നോക്കുക എല്ലാവർക്കും ഉണ്ടാവും ഓരോരു തരം ഭ്രാന്ത്. എന്തിനെങ്കിലും ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ട് വരുമല്ലോ. നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലെ ആദ്യത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായിരുന്നു BV കേസ്കർ. 1952 കേസ്കർ ഹിന്ദി സിനിമാ സംഗീതം ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നത് ബാൻ ചെയ്തു. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം കേൾക്കുന്ന ബഹുശ്രുതരായ പൗരന്മാർ മതി. അശുദ്ധമായ ഉറുദുവിൽ എഴുതപ്പെട്ട ഹിന്ദി സിനിമാ ഗാനങ്ങൾ വേണ്ട. ആ കാലയളവിലൊക്കെ ആൾക്കാരുടെ ആത്മാക്കളെയും ചെവികളെയും സംഗീതം കൊണ്ട് നിറച്ചത് റേഡിയോ സിലോൺ ആയിരുന്നു. ബിനാക്ക ഗീത്മാല. और झमेला शर्त और खास तौर पर अनारकली और बैजू बावरा. हो जी हो तू गंगा की मौज में जमुना का धारा तू गंगा. റേഡിയോയിലുള്ള പാട്ട് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഞങ്ങൾ വെക്കല്ലോ. അവരെ ഇഷ്ടമുള്ള പാട്ടുകൾ സ്റ്റേഷനിൽ നിന്ന് വെക്കുമ്പോൾ അത് നമ്മൾ ശ്രോതാവായി കേൾക്കുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള പാട്ട് അന്നേരം റേഡിയോ കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ആനന്ദം അതിലുണ്ട്. कोई दिल में है और कोई है नजर मोहब्बत के सपने मैं किसी पे लुटा दूं. दिल की महफिल में चलिया പാട്ട് പാടി ചീത്തായി പോകുമെന്നുള്ള ഒരു കാരണം കൊണ്ട് പാട്ട് വേണ്ട, നീ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്, ഫുട്ബോൾ കളിച്ചാൽ നീ രക്ഷപ്പെടുമെങ്കിൽ നല്ല ജോലി കിട്ടും. അപ്പോൾ ഞാൻ ഫുട്ബോളിലേക്ക് അതിലും കോൺസെൻട്രേഷൻ വന്ന് പാട്ടിലും വന്നു. അങ്ങനെ ചെറുപ്പത്തിൽ എല്ലാ പാട്ട് പുസ്തകവും പിന്നെ വാങ്ങൽ തുടങ്ങി. കളക്ട് ചെയ്ത് പിന്നെ പാട്ട് എഴുതി അങ്ങനെ പാട്ട് പഠിക്കും. പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ശരശ്ചന്ദ്ര മറാഠൻ്റെ അടുത്ത് പോയി ക്ലാസിക്കലൊക്കെ കുറച്ച് പഠിച്ച് അങ്ങനെയാണ് പാട്ടിനെ പറ്റി കൂടുതൽ ഞാൻ മറാഠ ഭാഷ ഹാൻഡ് റൈറ്റാണ് നല്ല ചെറിയ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എഴുതാറ് നമുക്കൊന്നും അങ്ങനെ കഴിയില്ല. ഇരുന്നു കൊണ്ട് മടിയിൽ വെച്ചിട്ട് എഴുതും. ഇതൊക്കെ അങ്ങനെ എഴുതുന്ന അതിപ്പോൾ ഈ ജോലി ചെയ്യുന്നതിനിടയ്ക്കൊക്കെ പിന്നെ ഇപ്പം മനോരമ പണ്ട് മുതൽ അപ്പോൾ കിഷോറിൻ്റെ ആ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോറിൻ്റെ അടുത്തത് ഏതാണ്ട് 35 വർഷം മുമ്പാണ്. അപ്പോൾ അതിനോടുള്ള ഇഷ്ടമാണ്. നമ്മളെ ഫാമിലി തന്നെ ഇപ്പോൾ നമ്മളെ തറവാട്ടിൽ ഉമ്മൻ്റെ വാപ്പ നല്ല പാട്ട് ആസ്വാദകനായിരുന്നു. വീട്ടിൽ വെച്ചിട്ട് ഈ ചെറിയ മഹഫിലൊക്കെ നടത്തിയിരുന്നു. തബല, ഒരു ഹാർമോണിയം, കുറച്ചുള്ള ഇവിടുത്തെ പാട്ടുകാരൊക്കെ കൊണ്ടുവരും. പിന്നെ കല്യാണങ്ങൾക്കൊക്കെ പാട്ട്. എൻ്റെ ഉമ്മൻ്റെ ജ്യേഷ്ഠതയ്ക്ക് ഉമ്മക്കൊക്കെ എല്ലാ ഹിന്ദി മലയാളം പാട്ടുകളും നന്നായിട്ട് അറിയരുത് എന്നുള്ളതാണ്. ഒരു ദിവസം ഞാൻ ബഷീർഖാൻ്റെ വീട്ടിൽ പോയി. ഇതുപോലെ ഇടയ്ക്കൊക്കെ പോവും. അപ്പോൾ അന്ന് ബഷീർഖ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബഷീർഖ അന്ന് വെച്ചത് സൈകളുടെ റെക്കോർഡാണ് വെച്ചത്. സൈകളുടെ അറിയാലോ, സൈകളുടെ ശബ്ദം ഒരു വേറിട്ടിട്ടുള്ള ശബ്ദമാണല്ലോ നമ്മളെ സാധാരണ ഇന്ത്യയിലെ പാട്ടുകാരൊക്കെ. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു സൈകളുടെ ഒരു വല്ലാത്ത ശബ്ദമാണെന്ന് പറഞ്ഞപ്പോൾ ബഷീർഖ പറഞ്ഞു സൈകളുടെ മൂത്താപ്പുണ്ട് എൻ്റെ കയ്യിൽ. മൂത്താപ്പ എന്ന് പറഞ്ഞാൽ എന്നുള്ള രീതിയിലുള്ള വലിയ ആൾ, എന്നെക്കാളും വലിയ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് കാണിച്ച് പിന്നെ ലൂയി ആംസ്ട്രോങ്ങിൻ്റെ. ഞാൻ ഞെട്ടിപ്പോയി. വാട്ട് എ വണ്ടർഫുൾ വേൾഡ് എന്നുള്ള. സത്യത്തിൽ ഞാൻ ആ പാട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. What a wonderful world.
സങ്കീർണമായ ഈ ലോകത്ത് കേൾവിയുടെ ലയം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ, ശബ്ദങ്ങളുടെ വസ്തുക്കളിൽ, വസ്തുക്കളുടെ ശബ്ദങ്ങളിൽ, ആ ശബ്ദങ്ങൾ സ്വന്തമാക്കി മാറ്റാനുള്ള സായാഹ്ന പ്രാർത്ഥനകൾ, ചുമരിലും അലമാരിയിലും ഫ്രെയിമിട്ടു വെച്ച ഓർമ്മ ചിത്രങ്ങൾ. സിനിമകളും ലയം കണ്ടെത്താനുള്ള ശ്രമങ്ങളല്ലേ? മരണത്തെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്നും ജീവൻ്റെ ഓർമ്മ ചിത്രങ്ങളുടെ ലയം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ